കിഫ്ബിയിൽ വർക്ക് എടുത്ത ഒരുപാട് പേരുണ്ട്. കിഫ്ബി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ കിഫ്ബിയില് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, കിഫ്ബിന്റെ കേരളം കാസർഗോഡ് മാത്രം ഏകദേശം 50 അല്ലെങ്കിൽ 60 സ്കൂൾ വർക്ക് നടക്കുന്നുണ്ട്. അതിലൊക്കെ പോയത് ഉണ്ടാക്കാനുള്ള TMP ആണ്. അതുപോലെ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു, ആ ടെസ്റ്റിന് അയക്കുന്ന ബ്രാൻഡുകളിൽ എല്ലാം ഏറ്റവും കൂടുതൽ ക്വാളിറ്റി കിട്ടിയ ചിന്താക്കാണ് കണ്ടിലേക്ക് എക്സ്പോർട്ട് ആകുന്ന ഒരു ബ്രാൻഡ് കൂടെയാണ് ചിന്താക്കാണ്. ഇന്ത്യയിൽ 3 ബ്രാൻഡ് ഉള്ള ഒരു കമ്പനി കൂടെയാണ്. നമുക്ക് അങ്കോള്, ഒറീസ, പാർട്ട് 3 ബ്രാൻഡാണ് ഇന്ത്യയിലുള്ളത്. അത് ഒരു പ്ലാൻ എന്ന് പറയുന്നത് വേൾഡിൽ അറസ്റ്റ് പ്ലാനാണ്. ഇന്ത്യയിലല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാനാണ്. നമ്മൾ ലോകത്തിലെ 2 രാജ്യങ്ങളാണ് TMP മാനുഫാക്ചർ ആരംഭിക്കുന്നത്. അതിൽ ഇന്ത്യയാണ് സെക്കൻഡ്, ആദ്യം ചൈനയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇന്ത്യയിൽ ISI മാർക്കുന്ന TMPകൾക്കാണ്. നമ്മള് ഇപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ആവുന്ന ബ്രാൻഡാണ് ചിന്താക്കാറ്. അതുപോലെ നിങ്ങൾ ഈ ബ്രാൻഡ് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമറോട് സജസ്റ്റ് ചെയ്യാം. എനിക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നമ്പർ തരാം. പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത്, ചില കയ്യിൽ മൊബൈൽ ഉണ്ടാവുമല്ലോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തോ. നിങ്ങൾ നമ്പർ എനിക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് അയച്ചു തരാം. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് മറ്റുള്ള TMPകളിൽ എന്തെങ്കിലും ഹോൾസെയിൽ ആയിട്ടോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നിങ്ങൾ മൊത്തത്തിൽ വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീറ്റെയിലേക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് റേറ്റ് കൂടുതലാണ്, നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ ഹോൾസെയിൽ ഡയറക്റ്റ് സപ്ലൈ ചെയ്യുന്നത്. ഏതൊരു TMPക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 9567-266-14 9567-266-14. എന്റെ പേര് ഔഷാദാണ്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. JSW, ലാറ്റൊക്കെ ഉണ്ട്. ഈ 3 ബ്രാൻഡുകളാണ് സെൻട്രൽ ഗവൺമെന്റ് ടെസ്റ്റിന് അയച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ ഈൽഡ് സ്ട്രെങ്ത് ഇലോവേഷൻ കിട്ടിയത് ജിന്ദാൽ കമ്പനിക്കാണ്. നിങ്ങളിപ്പോ നോക്കി അതിനെ പോയിട്ട് നോക്കിയാൽ അല്ലെങ്കിൽ USS ബന്ധപ്പെട്ട ആരോട് ചോദിച്ചത് കാണാം, അവിടെ എല്ലാം ഉപയോഗിക്കുന്ന ജിന്ദാൽ TMP ആണ്. അവിടെ ടാറ്റയോ JSW അപ്രൂവൽ ആയിട്ടില്ല. നമ്മുടെ ഏറ്റവും കൂടുതൽ ഈൽഡ് സ്ട്രെങ്ത് ഇലോവേഷൻ കിട്ടിയോണ്ടാണ് ആ പ്രൊജക്ട് എടുക്കണമായിരുന്നു. നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള കാസർഗോഡ് ഹൈവേ പ്രൊജക്ട് എടുക്കാം. ഇപ്പൊ എല്ലാവരും സൗത്ത് ഇന്ത്യ തന്നെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ കാസർഗോഡ് ടൗണിലൂടെ നടക്കുന്നത്. അതായത് ഒറ്റ ഫില്ലറിൽ 6 വഴി പാർ, എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, ഒരു ഫില്ലറിലാണ് 6 വഴി പാർ കടന്നു പോകുന്നത്. ഉള്ള സാധനങ്ങൾ എടുക്കാതിരിക്കാൻ ഏറ്റവും പറ്റും. ഇത് ഈ പറഞ്ഞ ഈ കാര്യം പറയുമ്പോൾ തന്നെ പല കൂടുതൽ കിട്ടുന്ന ആൾക്കാർ മാറിയിട്ടുണ്ട്. നമ്മൾ ബ്രാൻഡ് 5 രൂപ അല്ല 10 രൂപ കൊടുത്താലും പ്രശ്നമില്ല. നമുക്കൊരു 5000, 40 ലക്ഷത്തിൽ ഒരു 5000, 10,000 കൂടുതൽ പോകുന്നുള്ളൂ. എന്നാൽ ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി കമ്പനി കിട്ടുന്നുള്ള ഇതിനാണ് വരുന്നത്. അപ്പൊ ഞാനിപ്പോ സാധാരണ ചില ആൾക്കാർ വാശി പിടിക്കാൻ എനിക്ക് അല്ലെങ്കിൽ ലോക്കൽ ടൈൽസ് ഗവൺമെന്റിന് അവിടെ പണ്ടത്തിൽ കുറെ പണിയൊന്നുമില്ല, എനിക്കറിയായിരിക്കും. ഇപ്പൊ മാറ്റാൻ പറ്റും. പക്ഷെ ഒരു വീടിന്റെ എന്തോ കമ്പി സിമെന്റ് മാറ്റാൻ പറ്റും, ഒരിക്കലും മാറ്റാൻ പറ്റില്ല. സ്ട്രക്ചർ ഒരിക്കലും ചേഞ്ച് ആക്കാൻ പറ്റില്ല. അതിന് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് പൊളിക്കുന്നതിന് മാത്രമാണ്, അല്ലാതെ ഒരു 5 വർഷം 10 വർഷം മാറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് കമ്പി സിമെന്റ്. ആ കമ്പി സിമെന്റിൽ എന്തിന് 5 രൂപ കോംപ്രമൈസ് എടുക്കണം? അപ്പൊ 2000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് നിർമ്മിക്കാൻ 2000 ഏകദേശം 40 ലക്ഷം ചെലവ് വരും. എക്സാം എല്ലാം ഫിനിഷ് ആവും 40 ലക്ഷം ചെലവ്. അപ്പൊ ആ ഒരു കസ്റ്റമർക്ക് എന്തായാലും 40 ലക്ഷം ബഡ്ജറ്റ് കരുതിയില്ല പറ്റും, എന്തായാലും കരുതണം. കമ്പി സിമെന്റ് ആയിരിക്കും പോകുന്നത്. അപ്പൊ ഒരു കമ്പി എടുക്കാൻ പോകുമ്പോൾ എന്തായാലും 2000 സ്ക്വയർ ഫീറ്റ് കൂടി 2000 കിലോ കമ്പി അല്ല വേണ്ടിയുള്ളൂ, അല്ലെ? 2000-2500 കിലോ കമ്പി വേണ്ടിയുള്ളൂ. എന്തായാലും ആദ്യം തന്നെ ഇറക്കി വെക്കൂല, ആദ്യം 1000 കിലോ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാം. ഈ 1000 കിലോ ഉണ്ടാക്കുന്ന കമ്പി എടുക്കാന്നുണ്ടെങ്കിൽ ഒരു 5 രൂപ ഡിഫറൻസ് വെക്കുകയാണെങ്കിൽ ഒരു 1000 കിലോ എടുക്കും 65,000 രൂപ. അതേ സമയത്ത് 5 രൂപ കൂടുതലുള്ള പ്രൈമറി ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ 70,000, ഒരു 5,000 ആണ്. ഈ 40 ലക്ഷം ചെലവിട്ട് ഈ വീട് എടുക്കുന്ന ഒരു വ്യക്തി അയാളൊരു ഡ്രീം ആയിരിക്കും ഒരു വീട് എന്ന് പറയുന്നത്. ആ ഡ്രീമിന് അയാൾക്ക് ക്വാളിറ്റി റേറ്റ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അവര് വീടിന്റെ ടൈൽസോ അല്ലെങ്കിൽ പെയിന്റോ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ചെറിയ സ്വിച്ച് ബോർഡ് ഉണ്ടാകും, ഒരു ടൈൽസോ അല്ലെങ്കിൽ സോഫ അങ്ങനെയുള്ള എടുക്കാം. അതെന്താ ഒരു 5 വർഷം കഴിയുമ്പോൾ മോഡൽ ചേഞ്ച് ആവും. അത് വർക്ക് എടുക്കുന്ന ആൾക്കാർ പറഞ്ഞു നമുക്ക് റേറ്റ് കൂടുതലായിരുന്നു, കസ്റ്റമേഴ്സ് പോലും വരുന്നില്ല, ക്ലൈന്റിന് അത് ഓക്കെ ആവുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ നമ്മള് പറയുന്നത് റേറ്റ് കൂടുമ്പോൾ എന്തുകൊണ്ടായാലും റേറ്റ് കൂടാൻ കാരണം ഉണ്ടാവുമല്ലോ, അതിന്റെ ക്വാളിറ്റി ആയിരിക്കും കാരണം. നമ്മൾ സാധാരണ നമ്മളിപ്പോ അധികം കോൺട്രാക്ടേഴ്സിന് കാണുമ്പോൾ ഇപ്പൊ ചില ആൾക്കാർ കസ്റ്റമർ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ റേറ്റ് എങ്ങനെ മുതലാക്കാന്നുള്ള കാര്യം. അപ്പൊ അതിനുള്ള ചെറിയൊരു എക്സാമ്പിൾ ആയി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു വീട് നിർമ്മിക്കാറുണ്ട്, ഇപ്പൊ എല്ലാവരും വീട് കോൺട്രാക്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. എനിക്കൊന്ന് 2000 സ്ക്വയർ ഫീറ്റ് വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ റേറ്റ് 2500 സ്ക്വയർ ഫീറ്റ് അല്ല റേറ്റ് വരുന്നത്, ഏകദേശം 2500-2000 സ്ക്വയർ ഫീറ്റ് അല്ല. ഇപ്രാഴ്ച എത്ര വരുന്നുണ്ട് നമ്മുടെ റേറ്റ്? ഇപ്രാഴ്ച ഏകദേശം എത്ര റേറ്റ് വരും? 2500 സ്ക്വയർ ഫീറ്റ് അല്ല, സ്ക്വയർ ഫീറ്റ് അല്ല. കൂടിയ റേറ്റ് എടുക്കാൻ വർക്ക് എടുക്കാന്നുണ്ടെങ്കിൽ ടാറ്റ, 2 JSW, 3 ജിന്ദാൽ. അങ്ങനെയല്ല പ്രൈമറി, അതായത് ഉരുക്കോട് ഉണ്ടാക്കുന്ന മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി കമ്പനി. പിന്നെ വൈശാഖും സെയിലൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലായതുകൊണ്ട് അതിൻ്റെതായ ക്വാളിറ്റി പ്രശ്നങ്ങളും അപ്രൂവൽസിന്റെ
പ്രശ്നങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന പ്രൈമറി ബ്രാൻഡുകളാണ് ജിന്ദാൽ പാൻറ്, JSW, ടാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ബ്രാൻഡുകൾ, 3 ബ്രാൻഡുകളാണ് പ്രൈമറി രീതിയിൽ നിന്നെങ്കിൽ സെക്കൻഡറി ബ്രാൻഡ് ഓരോ നാട്ടിലുണ്ട്, ഓരോ ജില്ലയിലും ഓരോ പ്ലാനുകളുണ്ട്. പാലക്കാട്, കാസർഗോഡ് പ്ലാനുകളുണ്ട്, ഒരുപാട് അവർക്ക് എന്താ പറയുക മാനുഫാക്ചറിങ് ഉണ്ട്. അപ്പോൾ സെക്കൻഡറി ബ്രാൻഡുകൾക്ക് എന്താ പറയുക ചില റോ മെറ്റീരിയൽ പറയുന്ന പൈസ സ്ക്രാപ്പ് ആയിരിക്കും. സാധാരണ നമ്മുടെ നമ്മൾ ഇതിലേക്ക് എല്ലാ തരം സ്ക്രാപ്പുകൾ അത് ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ക്വാളിറ്റി കുറവുണ്ടാകും. നമ്മുടെ പ്രൈമറി കാറ്റഗറി വരുന്ന TMT നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാ തരം ഒരു പേരാണ് ടാറ്റ എന്നുള്ളത്. ടാറ്റ കഴിയുമ്പോൾ എല്ലാവർക്കും പേര് വരുന്നത് കൊണ്ട് വെച്ചാൽ ടാറ്റയ്ക്ക് ഒരുപാട് ബ്രാൻഡുകളുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. മോട്ടോഴ്സിലും ഇലക്ട്രോണിക്സിലും അതുപോലെ പറയുമ്പോൾ കോഫി ഷോപ്പ്, സ്റ്റാർബക്സ് പോലുള്ള ഒരു കമ്പനിയാണ് ടാറ്റ എന്നുള്ളത്. അപ്പോൾ ഏതൊരു കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും അറിയുന്ന ഒരു പേരാണ് ടാറ്റ എന്നുള്ളത്. അപ്പോൾ ടാറ്റയ്ക്ക് പകരം ഒരു കമ്പനി ഇല്ലെന്നാണ് എല്ലാവരും വിചാരിച്ചത്. നമ്മൾ ഇന്ത്യയിൽ ടാറ്റയ്ക്ക് പകരമായിട്ട് വന്ന ഒരു ബ്രാൻഡാണ് ജിന്ദാൽ പാൻറ് എന്ന് പറഞ്ഞത്. അവർക്ക് ഓൾറെഡി ഒരു ബ്രാൻഡ് ഉണ്ട്, JSW, കല്ലുണ്ടാവും, JSW TMT. അവരുടെ സിസ്റ്റർ കൺസേൺ കമ്പനി, അവരുടെ എക്സ്പോർട്ട് ബ്രാൻഡ് ആയിട്ടാണ് നമ്മുടെ ഈ സമ്മേളനം സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സംസ്ഥാന जिंदल पैंथर TMT rebars। मेरे रिकॉर्ड्स के बारे में तो सबको पता है, but do you know that Jindal Panther is first and the largest producer of 550D rebars? तभी तो कॉन्ट्रैक्टर्स, आर्किटेक्ट और कंज्यूमर सबको चाहिए Jindal Panther TMT rebars।